ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ മത്തൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മത്തനല്ല, മത്തൻ്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മത്തൻ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ മത്തൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റെസിപ്പി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തൊലി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മത്തൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി മാത്രം ഇതുപോലെ നീളത്തിലൊന്ന് അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കണം. ഒരുപാട് കട്ടിക്കൊന്നും എടുക്കണ്ട, കുറച്ച് ഒന്ന് താഴ്ത്തി കട്ട് ചെയ്താൽ മതി. അതായത് വെറും നൈസായിട്ടുള്ള ആ തോല് മാത്രം കട്ട് ചെയ്യേണ്ട, അതിൻ്റെ കൂടെ കുറച്ചൊന്ന് ദശ കൂടെ അതിൻ്റെ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാ ഈ ഒരു കനത്തിൽ, അല്ലാതെ ഒരുപാട് കട്ടിയിട്ട് വേണ്ടതാണ്. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കിത് ഉണക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരേ കനത്തിലും ഒരേ ലെവലിലൊക്കെ ഉള്ളതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരേ സമയത്ത് തന്നെ എല്ലാം ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി, പെരുങ്കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു പിഞ്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു സ്മെല്ല് ഒന്ന് കിട്ടാൻ വേണ്ടി കൊണ്ടാണ് പെരുങ്കായം ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് കഴുകി എടുത്തുകൊണ്ട് തന്നെ അതുമ്മേൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരു വെള്ളം ചേർക്കേണ്ടി വരില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. 3 ദിവസം ഉണക്കിയതിന് ശേഷമുള്ള പരുവാണിത്. ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നല്ല കറുമുറയെന്ന് പറഞ്ഞിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ ഇത്. അപ്പോൾ അതാ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഈ ഒരു കൊണ്ടാട്ടം നിങ്ങൾക്ക് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, ഇളവൻ കുമ്പളം, അതിൻ്റെ തൊലി വെച്ചിട്ടും പപ്പായയുടെ തൊലി വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് റിതം ഓഫ് കുക്കിംഗ് എന്ന് പറയുന്ന ചാനലിലെ സംഗീതയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ ഒരുപാട് അങ്ങ് ഭയങ്കര ഒരു ടേസ്റ്റുള്ള സാധനം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ഞെരിവുണ്ട് കേട്ടോ. ഇത് നമ്മൾ വായിലിട്ട് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.